കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ഇന്നത്തെ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ടുള്ള അലങ്കാരം എന്ന് നോക്കാനായിട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ആ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന്, കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. ഗരുഡ ശില്പമൊക്കെ, വെങ്കലത്തിൻ്റെ ഗരുഡ ശില്പമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ അത്തിമര ഗണപതിയുടെ അവിടെ വരിക. അത്തിമര ഗണപതിയുടെ അവിടെയൊക്കെ ഇന്ന് കുറേശ്ശെ തിരക്കുണ്ട് ആ ഭാഗത്തൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ കല്യാണം ഇതൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടായിരുന്നു. നല്ല കല്യാണമായിരുന്നു, അത് കഴിഞ്ഞ് ഇന്നും കല്യാണങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. വെക്കേഷൻ കഴിയലും വൈശാഖം തീരാറായി. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള തിരക്കാണ്. നമുക്ക് അവിടെയൊക്കെ തൊഴുത് ആ ഗണേശനൊക്കെ കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഭഗവാന്റെ ആ തിരുനടയിലേക്ക് നോക്കുക. ശ്രീലകത്തു നിന്നുള്ള ആ ഒരു പ്രഭാപൂരം നമ്മളിലേക്ക് എത്തും. നിറഞ്ഞ അങ്ങനെ, അതായത് എന്താ പറയുക, നല്ല പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷമാണ്. നിറയെ നല്ല തെളിഞ്ഞ് കത്തുന്നുണ്ടെന്ന്. എന്നും തെളിഞ്ഞ് കത്താറുണ്ട്, പക്ഷെ ഇന്ന് ഒന്നുകൂടി തെളിഞ്ഞ് കത്തുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഇടത് ഭാഗത്തുള്ള ആ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ ഒന്ന് സ്മരിക്കുക. വലതുവശത്ത് ആദ്യം കാണുന്ന ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിക്കുക. അതിനുശേഷം നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വലിയൊരു താമരപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കളഭം കൊണ്ട് ഇങ്ങനെ താമരയുടെ ഇതളുകൾ ഇങ്ങനെ കാണുന്നു. ആ താമരപ്പൂ ഇങ്ങനെ കാണുന്നു. നല്ല രസമായിട്ട് നിറച്ചും ആ വിഗ്രഹത്തിൻ്റെ അടിഭാഗം മുഴുവൻ ആ താമര, അങ്ങനെ വലിയൊരു താമരയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കണു. ആ താമരയിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ, താമരക്കണ്ണനാണെന്ന്. കാൽവളകൾ കാണാനുണ്ട്, കുഞ്ഞിക്കാലുകൾ 2 ഇങ്ങനെ കണ്ട് കാൽവളകൾ കാണാനുണ്ട്. കാൽവളകൾ അങ്ങനെ കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഇരുത്തം. അങ്ങനെ അരമണിയൊക്കെ കാണാനുണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊഴുത് മേലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കഴുത്തിലൊരു ഗോപീതിലകം കൊണ്ടുള്ള 5 ഗോപീതിലകം വെച്ചിട്ടുള്ളൊരു മാലയാണ്. വലിയ മാല പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അങ്ങനെ ആ സ്വർണത്തിൻ്റെ ആ ഒരു തെളിച്ചം വളരെ മനോഹരമായിട്ട് നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുകയാണ്. അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച അതാണ്. അങ്ങനെ കൈവളകൾ കാണാണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു കയ്യിൽ വെണ്ണയുണ്ട്, മറു കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. ഇപ്പം എന്തായാലും കുറച്ച് ദിവസമായിട്ട് എന്നും വെണ്ണക്കണ്ണനാട്ടോ. താമരക്കണ്ണനായാലും വെണ്ണയാണ് കയ്യിൽ. എന്തായാലും ഭക്ഷണപ്രിയനായിട്ടാണ് ഇപ്പോൾ എപ്പോഴും. ഇപ്പോൾ കുറച്ച് ദിവസമായി, ഏകദേശം ഒരാഴ്ചയോളാവാറായി. നല്ല രസമായിട്ടുള്ള ആ ഒരു അലങ്കാരം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ കണ്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കല്ലേ നമ്മൾ. ആ സോപാനപ്പടിയിൽ നിന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണത്. ശ്രീലകത്തെ വളരെ മനോഹരമായിട്ടുള്ള ആ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഒരു കളവും കൊണ്ടൊരു പീലി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ തിരുമുടിമാലകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 2 തിരുമുടിമാലകൾ. തെച്ചിപ്പൂവും ആ വെളുത്ത പൂവാണ്. വെളുത്ത പൂവിനും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്നും വെളുത്ത പൂവിന് പ്രാധാന്യമുണ്ട്. വെളുത്ത പൂവാണ് കൂടുതൽ. പിന്നെ ഉണ്ടമാലകളാണ്, 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെള്ളപ്പൂവും തുളസിയായിട്ടുള്ളതും, വെള്ളപ്പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും. ആ കൈവളകൾ, തോൾവളകൾ കാണാനുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. നല്ല പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മൊത്തം അങ്ങനത്തെ അതിങ്ങനെ കാണുമ്പോൾ ആ സ്വർണ്ണ ഓടക്കുഴലിൻ്റെ തിളക്കവും ഗോപി തിലകങ്ങളുടെ തിളക്കമൊക്കെ ആയിട്ട് ഭഗവാന്റെ ശ്രീലകം നിറച്ചും തിളങ്ങാണ്. നെയ്വിളക്കിൻ്റെ, ആ സ്വർണ്ണ വിളക്കിലുള്ള നെയ്യൊഴിച്ചിട്ടുള്ള നെയ്വിളക്കിൻ്റെ പ്രഭ അങ്ങനെ
ആ വെള്ളി വെളിച്ചം അങ്ങനെ എല്ലാം കൂടി ആകെ മനോഹരമായ എങ്ങനെ വർണ്ണിക്കുക, അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ കാണാനുള്ളത്. താമരക്കണ്ണനെ കണ്ട് തൊഴുതോളും എല്ലാവരും. പുറത്തുള്ള താമരക്കണ്ണനാണല്ലോ സ്ഥാനചലനമൊക്കെ വന്നത്, ഇത് അകത്തെ താമരക്കണ്ണനാണ്. അപ്പോൾ നന്നായിട്ട് കണ്ട് തൊഴുതോളൂ കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ, ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ അതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കല്ല്, ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുക. അഗ്നികോണിലുള്ള ആ ബലിക്കല്ല് നോക്കി തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ട്, അതായത് ഭഗവാന് നേദ്യങ്ങൾ തയ്യാറാക്കുന്ന ഹനുമാൻ്റെയൊക്കെ സാന്നിധ്യമുള്ള, ഗുരുവായൂരപ്പൻ്റെയൊക്കെ സാന്നിധ്യമുള്ള ആ തിടപ്പള്ളി നോക്കിക്കാണുക, തൊഴുക. അതേപോലെ ഗണപതി ഹോമം, രാവിലെ ഗണപതി ഹോമമൊക്കെ നടത്തുന്ന ആ തിടപ്പള്ളി നോക്കി തൊഴുതു. അതിനുശേഷം തിരിച്ചിങ്ങനെ നമ്മൾ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആലിലയിൽ പള്ളി കൊള്ളുന്ന പൊന്നുണ്ണിക്കണ്ണനാ, വളരെ ആലിലക്കണ്ണനാണ്. അതൊന്ന് കണ്ട് തൊഴുക. അങ്ങനെ അത് കണ്ട് തൊഴുത് നേരെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതിന് ശേഷം നേരെ വിഘ്നേശ്വരൻ്റെ അവിടെ വരിക. വിഘ്നേശ്വരൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ അങ്ങനെ ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് മൊത്തം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അലങ്കാരം കുറച്ച് കുറവായിരുന്നു, ഇന്ന് അലങ്കാരമൊക്കെ ധാരാളമുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പ്രണമിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെയും ഗണേശനെയൊക്കെ കണ്ട് തൊഴുതു ഏത്തൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ ആ കോർണറിലേക്ക് വരുമ്പോൾ ചെറിയ ഗണപതിനെ ഇങ്ങനെ കാണാം. അതൊന്നും തൊട്ട് തലോടിയിട്ട് പിന്നെ മത്സ്യാവതാരം, കൂർമാവതാരം, നരസിംഹാവതാരം, വാമനാവതാരമൊക്കെ കണ്ടിങ്ങനെ തൊഴുത്, വരാഹാവതാരമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നേരെ ആ മേൽശാന്തി, അവിടെ നിന്ന് മേൽശാന്തി ഇരിക്കുന്നു. മേൽശാന്തി കൗപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ഉച്ചപൂജയൊക്കെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തൊഴാം. പിന്നെ വാമന രൂപത്തിനെ കണ്ട് തൊഴാം. ആ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുക. അവിടെ ധാരാളം താമര, അതായത് മഹാവിഷ്ണു ഇങ്ങനെ കിടക്കുന്ന അവിടെ മുഴുവൻ താമര കൊണ്ട് ഉള്ള അലങ്കാരമാണ്. മുകളിൽ തുളസി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, താമരമാല ചാർത്തിയിട്ടുണ്ട്. താമര ഒന്ന് ധാരാളം ഉണ്ട് തോന്നുന്നു. അകത്ത് താമര കണ്ണനാണ്, അന്ന് മൊത്തം താമര കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. അതിന് ശേഷം നമ്മളിങ്ങനെ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്തേക്ക് നോക്കിയിട്ട് അവിടെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് തിരിച്ചു വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത്, കൃഷ്ണനെ കൽക്കി ജനാർദ്ദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ട് തൊഴാം. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അവിടെ വരാം. മുരുകൻ്റെ അവിടെ വന്നിട്ട് കണ്ട് തൊഴുതോളൂ, എല്ലാവരും തൊഴുതോളൂ കേട്ടോ. നിറയെ ഭസ്മം കൊണ്ടുള്ള അലങ്കാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴുക. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നിറയെ ഒരു വെറ്റില മാലകൾ ഉണ്ട്, നാരങ്ങമാല ഉണ്ട്, ഇന്ന് നിറയെ മാലകൾ ഹനുമാൻ സ്വാമിയുടെ അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്.
ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുതു. ഞാൻ രാധാകൃഷ്ണ വിഗ്രഹം അതിന് നിറയെ പൂമാലകളുണ്ട്, ഒക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥനയായിട്ട് തൊഴുക. പിന്നീട് കുറച്ച് പടിഞ്ഞാറേ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ചുമരിനുള്ള താമരക്കണ്ണിനെ കണ്ട് തൊഴാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആ ഗ്രില്ലിൻ്റെ അവിടേക്ക് വരിക. ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ആ മണിക്കിണർ കാണാം. ഭഗവാന് ആ തീർത്ഥം, ഭഗവാന്റെ ഏത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തീർത്ഥം ഉത്ഭവിക്കുന്ന ആ മണിക്കിണർ നോക്കിയിട്ട് തൊഴുക. അവിടുന്ന് കോരിയെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല, അത് അവർക്ക് മാത്രമേ ഉള്ളൂ. അതിന് പറയുക അങ്ങനെ കോരിത്തരും ശാന്തിക്കാരെ, കീഴ്ശാന്തിക്കാരാണ് കോരിത്തരിക. എന്നാൽ കോരിയിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ നേരെ നൃത്താറയിലേക്ക് നോക്കുക. നൃത്താറയിൽ നല്ല എന്താ പറയുക, വളരെ ക്ലിയറായിട്ടും 2 നാമ്പ് അങ്ങനെ കത്തി നിൽക്കുകയാണ്. ആ കിടാവിളക്ക് നല്ല വെളിച്ചത്തിലാണെന്ന്, നല്ല രസം. അപ്പോൾ അവിടെ കണ്ണൻ ആ നൃത്താറയിൽ ഇപ്പോൾ നൃത്തം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്കും തീക്ഷ്ണമായ ആ രൂപത്തിലാണ് ആ 2 ആ ജ്വാലാമുഖികൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ കത്തി നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. മറ്റേതിങ്ങനെ ആടി ഉലഞ്ഞ് ഒക്കെ കളിക്കുന്ന പോലെ. അവയ്ക്ക് തോന്നുന്നത് ആ അഗ്നി കൂടി ഭഗവാന്റെ സമക്ഷത്തിൽ അഗ്നി കൂടിയും ഭഗവാന്റെ ഒപ്പം കളിക്കുന്നതായിട്ട് തോന്നുന്നു. അതാണ് വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ച. ഭഗവാൻ കളിക്കുന്നതായിട്ട് അതേപോലെ നാമ്പ് വിളക്കിലെ തിരുനാളം അങ്ങനെ കളിക്കുന്ന പോലെ, ആടി ഉലഞ്ഞ് കളിക്കുന്ന പോലെയാണ് ഇന്നത്തെ ആ നൃത്ത അറയിൽ കാണുന്നത്. അതൊരു മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ, ഏത് രൂപത്തിലാണോ നമ്മളെ മനസ്സിൽ കാണുന്നത്, ആ രൂപത്തിൽ നമ്മൾ കണ്ണനെ കണ്ട്, കളിക്കുന്ന കുട്ടീനെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ കൃഷ്ണഘട്ട വിഗ്രഹം, അതേപോലെ കുറൂരമ്മേരെയും നാരദരെയും അങ്ങനെ വസുദേവരെയൊക്കെ അനന്തൻ്റെ കുട പിടിച്ചിങ്ങനെ കൊടുക്കുന്ന, ഉണ്ണീനെ കൊണ്ടുപോകുന്ന കംസൻ്റെ രാജധാനിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ ഒരു കാഴ്ചയ്ക്കുള്ള ആ രൂപം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊടാം. അങ്ങനെ വരുമ്പോൾ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവുക. അവിടെയൊക്കെ നിറയെ തിരക്കാണെന്ന്. ഇന്നലെയും തിരക്കാണ്, എന്നും തിരക്കാണ്. ഇനിയിപ്പോൾ നാളെ ചൊവ്വാഴ്ച തിരക്കുണ്ടാവില്ല വിചാരിക്കും. പക്ഷേ വൈശാഖത്തിലെ ചൊവ്വാഴ്ചകളൊക്കെ തിരക്കായിരുന്നു. നാളെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒക്കെ അങ്ങനെ തന്നെയാവും. കാരണം അത്രയ്ക്കും സർവ്വലോകങ്ങളിലും വ്യാപിയായിട്ട് നടക്കുന്ന ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനായിട്ട് എല്ലാവരും എത്തുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഗുരുവായൂരപ്പനെ കണ്ടാൽ മതി എന്നാണ്. എപ്പോഴും വരുന്ന ആൾക്കാർക്ക് മതിയാവണില്ല എന്ന്. എന്താ വെച്ചാൽ അത്രയ്ക്കാണ്, അത്രമേൽ ഇഷ്ടമാണ് ആ ഒരു കാഴ്ച. ആ ഒരു തിരുമുഖ ദർശനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്നാണ്. അവിടെ തന്നെ ഏത് സമയവും കാൽച്ചൂട്ടിലിങ്ങനെ കിടക്കാൻ കഴിഞ്ഞാൽ അത്രയും ഭാഗ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എങ്ങനെയായിട്ട് ഗുരുവായൂരപ്പനോട് വർത്തമാനം പറയുക, ഗുരുവായൂരപ്പനോട് ആ പൊന്നുണ്ണിയോട് വർത്തമാനം പറയുക. കാരണം നമുക്ക് ദേഷ്യം വന്നാലും പറയാം, സങ്കടം വന്നാലും പറയാം, എല്ലാതും ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ ഇങ്ങനെ പങ്കുവയ്ക്കാം. അപ്പോൾ ആ പൊന്നുണ്ണി നമുക്ക് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരും. അത്രയ്ക്കും ആ ഒരു നല്ല കാഴ്ച ഉള്ള ആ ഒരു നമ്മുടെ ജീവിതം ഭൂലോക വൈകുണ്ഠമായ ആ ഗുരുവായൂരിൽ വന്ന് എത്തുവാൻ നേരത്തെ എന്താ പറയുക, യേശുദാസ് പറഞ്ഞ മാതിരി ഒരിക്കലെങ്കിലും അവിടെ നിന്ന് കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ അത്രയ്ക്കും മഹത്തരമായ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ ആ പാദങ്ങൾക്ക് അത്രയ്ക്കും ആ ഒരു പവിത്രത അനുഭവപ്പെടും. അപ്പോൾ നമ്മളെ കാലുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എത്തിയല്ലോ. അപ്പോൾ ആ കാലുകൾ എത്താൻ തന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ ഭജിക്കുക. ഒരിക്കലെങ്കിലും കഴിയാത്ത ആളുകൾ അവർക്ക് കൂടി എത്താനുള്ള പ്രചോദനം കൂടി ആവട്ടെ. ഇനി അഥവാ തീരെ എത്താൻ കഴിയാത്തവർക്ക് എന്നിലൂടെ നിങ്ങളെല്ലാവരും നിത്യേന
ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നമ്മൾ നടന്ന പൊന്നുണ്ണിക്കണ്ണൻ നടന്ന ആ പാതയിലൂടെ നമ്മളും നടക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ മനോദർശനത്തിൽ ആ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുക. അത്രേ പറയാൻ കഴിയൂ. എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം ഗുരുവായൂരപ്പൻ സൃഷ്ടിച്ച് തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. അത്രയ്ക്കും മനോഹരമായ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വന്ന് കണ്ടു തൊഴാം. ഭഗവതിയുടെ അവിടെ നിന്ന് ഗോളക ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു കാശുമാല പോലത്തെ സ്വർണത്തിൻ്റെ മാല, പതക്കം പോലത്തെ മാല, അങ്ങനെ 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല വെളുത്ത പട്ട് പോലത്തെ തുണി ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. പാവാട പോലത്തെ ഒരെണ്ണം അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട് ഭഗവതീനെ. അപ്പോൾ നല്ല രസമായിട്ട് അർച്ചന പ്രസാദങ്ങളുള്ള അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അങ്ങനെ വരുമ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ കോർണറിലെത്തുമ്പോൾ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു അനുഭവം, ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ തുലാഭാര കൗണ്ടറും ആൾരൂപ കൗണ്ടറും ഒക്കെ കാണാം. ആൾരൂപത്തിൻ്റെ അവിടെ ധാരാളം ക്യൂ ആണെന്ന്. കാരണം എന്തൊക്കെ അംഗവൈകല്യങ്ങളുള്ളവർക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ കുട്ടികളെ പുസ്തകം എടുത്ത് വെക്കാനും ഓരോരോ അവയവങ്ങൾ എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് ആൾരൂപത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ മഞ്ചാടിക്കുരു ഇങ്ങനെ ചെറിയ കുട്ടികളും വാരണു, വലിയ മുതിർന്ന ആളുകളൊക്കെ വാരി കളിക്കുക. വലിയ മുതിർന്നവർക്കും എന്താ പറയുക, ഷാഢ്യം ഉണ്ടാവാനും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ വെച്ചിട്ടായിരിക്കാം കുഞ്ഞു ഉണ്ണികളൊക്കെ വാരി കളിക്കണു. അവിടെ ചിണുങ്ങണു ചില കുട്ടി, എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഉണ്ണിക്കണ്ണൻ വാരാൻ നിൽക്കുന്ന പോലെ തന്നെയാണ്. ചെറിയ ഉണ്ണിക്കണ്ണന്മാർ വന്നിട്ട് വാരി കളിക്കുന്ന ആ ഒരു അവസ്ഥ കാണാൾ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക. ആ താമരക്കണ്ണനെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ അവിടെയും വന്ന് തൊഴുക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് തൊഴുക. അയ്യപ്പസ്വാമീനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ ഒന്ന് കണ്ട് വണങ്ങി പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് നടയിൽ വന്ന ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ആ വേണുഗോപാല വിഗ്രഹം കാണാം. അത് കണ്ട് തൊഴുക. പിന്നീട് ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിലൂടെ പുറത്തിറങ്ങി വടക്കേ നടയിൽ അങ്ങനെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വരിക. ആ കുളം ഭഗവാന്റെ രുദ്രതീർത്ഥക്കുളം, ശിവഭഗവാന്റെ രുദ്രതീർത്ഥക്കുളം, ഗുരുവായൂരപ്പൻ്റെ തീർത്ഥക്കുളം, അങ്ങനെയൊക്കെ സപ്തർഷികൾ തപം ചെയ്യുന്നു എന്നാണ് ഇപ്പോഴും. അവിടെ സ്നാനം ചെയ്യുന്നു, രാവിലെ അവർ വന്നിട്ട് തപം ചെയ്യുന്നു എന്നൊക്കെ സങ്കല്പിക്കുന്ന ആ രുദ്രതീർത്ഥക്കുളത്തിനെ ഒന്ന് വലം വെച്ചാൽ അത്രയ്ക്കും ആ എല്ലാ പാവങ്ങളും മാറിപ്പോവും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഒന്ന് ഇതാവുക. പിന്നെ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ഇരിക്കുന്ന നാരായണാലയം കാണാം, അവിടെ ഒന്ന് തൊഴാം. അങ്ങനെ വന്ന് ഭഗവതി നടയിൽ കൂടെ അങ്ങനെ വന്ന് കിഴക്കേ നടയിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടി ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി തൊഴാം. പിന്നീട് ഒന്ന് തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൂവളം കാണാം. ആ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് മഹാദേവൻ്റെ അനുഗ്രഹം കൂടി വാങ്ങുക. അപ്പനും അമ്മയൊക്കെ നമ്മളെ അനുഗ്രഹിക്കും. അവിടെ ഒന്ന് കണ്ട് തൊഴുക. അപ്പം ഇന്നത്തെയും ഉച്ചപൂജയും കളവാലങ്കാരം കണ്ട് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. സൗണ്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്, ജലദോഷത്തിൻ്റെയൊക്കെയാണ്. എന്തായാലും ഗുരുവായൂരപ്പൻ തരുന്നതാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങണം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ മാറ്റി തരും, അതാണ് എൻ്റെ വിശ്വാസം. കുറച്ച് മെച്ചമുണ്ട്.
എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ.